വെൽക്കം ടു ഡ്രീം ഡ്രൈവ്. ഇന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഫിയറ്റിൻ്റെ ഏറ്റവും പുതിയ ലോഞ്ചാണ് ഫിയറ്റ് ലീനിയ 125S. ഫിയറ്റിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് ലോഞ്ച് എന്ന് പറയുന്നത് 2015 അവസാനമായിരുന്നു. ദാറ്റ് വാസ് അബാത്ത് പുണ്ടോ. അതിനുശേഷം 2016 3 വാഹനങ്ങളാണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നത്. അതിൽ പുണ്ടോ പ്യുർ ഓൾറെഡി ലോഞ്ച്ഡായി. ഇനി urban ക്രോസ് ലോഞ്ച് ആവാനിരിക്കുന്നതേ ഉള്ളൂ. ആൻഡ് ഇപ്പോൾ Q2 ലീനിയ 125S അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. സോ എന്തൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് നോക്കാം. ഫിയറ്റ് ലീനിയ 125Sലെ S സ്റ്റാൻഡ്സ് ഫോർ സ്പോർട്ട്. സോ അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ദിസ് ന്യൂ വേരിയൻറ്റ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് എൻജിൻ അല്ലെങ്കിൽ ഒരു പവർ റിലേറ്റഡ് ആസ്പെക്ട്സിനാണ്. എന്നാലും മറ്റ് ചെറിയ ചേഞ്ചസും ഇതിൽ വന്നിട്ടുണ്ട്. സോ ഇൻ ടേംസ് ഓഫ് എക്സ്റ്റീരിയർ ഒരു ഓവറോൾ ലുക്കിൽ ആസ് എ ഫസ്റ്റ് ഇംപ്രഷൻ ഇറ്റ് ലുക്സ് വെരി മച്ച് സെയിം. പക്ഷേ ക്രോം എലമെൻറ്റ് നമുക്ക് കുറച്ച് കൂടുതൽ കാണാൻ പറ്റും, ആ ഒരു റിച്ച്നെസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് മാത്രമല്ല, ഇപ്പോൾ നമുക്കറിയാം ഇന്ത്യയിൽ ഓവറോൾ നോക്കുവാണെങ്കിൽ ക്രോം ക്രേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മിക്ക വാഹനങ്ങളിലും ക്രോം എലമെൻറ്റ് അഡീഷണലി വന്നുകൊണ്ടിരിക്കുകയാണ്. സോ അതിൻ്റെ ഭാഗമായിട്ട് ഇതിൽ കുറച്ച് കൂടുതൽ ക്രോം നമുക്ക് കാണാം. പിന്നെ ആസ് എ ഫീച്ചർ നോക്കുവാണെങ്കിൽ ഹെഡ്ലൈറ്റ് ഇപ്പം ഓട്ടോമാറ്റിക് ഹെഡ്ലൈറ്റ്സ് ആണ് ഇവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഫോളോ മീ ഹെഡ് ലാംപ്സ് എന്ന രീതിയിലും കൂടിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. സിമിലർലി വൈപ്പേഴ്സും ഇപ്പം റെയിൻ സെൻസിങ് വൈപ്പേഴ്സായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. കമ്മിങ് ടു ദ സൈഡ് പ്രൊഫൈൽ, ഇതിൻ്റെ പ്രീവിയസ് വേർഷൻ ഓഫ് ലീനിയ പോലെ തന്നെയാണ് ഇതിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈനും വരുന്നത്. എന്നാലും ജസ്റ്റ് ഒന്ന് റൺ ത്രൂ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ടി-ജെറ്റിൻ്റെ ബാഡ്ജിങ് വരുന്നുണ്ട്. പിന്നെ ഔട്ട്സൈഡ് റെയർ വ്യൂ മിററിൽ തന്നെ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഇൻ്റഗ്രേറ്റഡ് ആണ്. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ല, ആ ക്രോം എലമെൻറ്റ് അത് അഗൈൻ ഇവിടെയും കുറച്ച് എവിഡൻ്റ് ആയിട്ട് നമുക്ക് കാണാം. ദാറ്റ് ഇസ് ഡോർ ഹാൻഡിലിൻ്റെ അവിടെയും ക്രോം വരുന്നുണ്ട്. ഇവിടെ ഒരു സ്ട്രൈപ്പ് പോലെ വരുന്നുണ്ട്. മിഡിൽ പോർഷനിലും ഒരു ക്രോം എലമെൻറ്റ് വന്നിട്ടുണ്ട്, വിച്ച് അഗൈൻ നമ്മുടെ പ്രീവിയസ് മോഡലുള്ള പോലെ തന്നെ. പിന്നെ ക്യാരക്ടർ ലൈനും വളരെ സ്ട്രോങ് ആൻഡ് വിസിബിളായിട്ട് നമുക്ക് കാണാം. അലോയ് വീൽസ് ഇപ്പോൾ ഒരു 16 ഇഞ്ച് അലോയ് വീൽസായിട്ടാണ് വന്നിരിക്കുന്നത്. ആൻഡ് 4 വീലിനും ഡിസ്ക് ബ്രേക്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 185 ആണ്. വളരെ നീറ്റായിട്ടും സിമ്പിളായിട്ടും ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു പോർഷനാണ് ഫിയറ്റ് ലീനിയയുടെ റിയർ പ്രൊഫൈൽ. എസ്പെഷ്യലി ലോവർ പോർഷനിലേക്ക് വരുമ്പം ആ ബേസിക് ബോഡിയിൽ നിന്ന് ബമ്പറിലേക്കുള്ള ആ ഒരു ട്രാൻസിഷൻ തന്നെ വളരെ സ്മൂത്തായിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇൻ ടേംസ് ഓഫ് ക്രോം എലമെൻറ്റ് അഗൈൻ ഇവിടെ നമുക്ക് വിസിബിളി കുറച്ച് ക്രോം എലമെൻറ്റ്സ് കാണാം. ദാറ്റ് ഇസ് റൈറ്റ് ഇൻ ദ സെൻറ്റർ നമുക്കൊരു ക്രോം എലമെൻറ്റ് വരുന്നുണ്ട്, വേർ ലീനിയ എന്ന് എഴുതിയിരിക്കുന്നത്. പിന്നെ ബമ്പർ ഏരിയയിലും ഫുൾ വിഡ്ത്ത് കവർ ചെയ്യുന്ന രീതിയിലും ഒരു ക്രോം സ്ട്രിപ്പ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ടി-ജെറ്റിൻ്റെ ബാഡ്ജിങ് അതേപോലെ 125S എന്ന ബാഡ്ജിങ്ങും നമുക്കിവിടെ റൈറ്റ് സൈഡിൽ കാണാം.
ഇതിൻ്റെ ബൂട്ട് നമുക്ക് കീന്ന് തന്നെ അൺലോക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് ഇതിൻ്റെ ബൂട്ടിൻ്റെ സ്പേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബെസ്റ്റ് ഇൻ കാറ്റഗറിയാണ്. ഇറ്റ് ഓഫേഴ്സ് 500 liters സ്റ്റോറേജ് സ്പേസ്. ലീനിയയുടെ ഇൻറ്റീരിയേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഡ്യുവൽ ടോൺ ഇൻറ്റീരിയേഴ്സ് ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് ബ്ലാക്ക് ആൻഡ് ബേജ്. അതിൽ ഈ ബേജ് വരുന്ന സെൻറ്റർ ഏരിയ ഒരു സോഫ്റ്റ് മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സോ കുറച്ചും കൂടി ഒരു പ്രീമിയം ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. ആൻഡ് സെൻറ്ററിൽ ഒരു പിയാനോ ബ്ലാക്ക് അല്ലെങ്കിൽ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലും ചെയ്തിട്ടുണ്ട്, വിച്ച് ഹാസ് അലുമിനിയം സറൗണ്ട്സ്. പിന്നെ ഈ ഡാഷിൻ്റെ തന്നെ ഈ രണ്ട് കളർ ഡിഫറൻസ് വരുന്ന ഏരിയൻ്റെ ഒരു സെപ്പറേഷൻ ഏരിയയിൽ ലൈറ്റിംഗ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ആംബിയൻ ലൈറ്റിംഗ്. ഒരു ഓറഞ്ച് കളർ ലൈറ്റാണ് വരുന്നത്. സോ ഒരു ഈവനിങ് ടൈം ആകുമ്പോഴത്തേക്കും ഒരു ഇൻറ്റീരിയർ മൂഡ് മച്ച് ബെറ്റർ ആയിരിക്കും. ആൻഡ് ഇൻ ടേംസ് ഓഫ് റൂഫിങ്ങിലെ അപ്പോൾസ്ട്രിയും നല്ല ഹൈ ക്വാളിറ്റി മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓവറോൾ സീറ്റ്സിൻ്റെ നോക്കുവാണെങ്കിലും ഹൈ ക്വാളിറ്റി ലെതറാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. ലീനിയയിലെ സ്റ്റോറേജ് സ്പേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഗ്ലവ് ബോക്സിൽ തന്നെ ഒരു 2 സെപ്പറേറ്റ് സെക്ഷനായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇറ്റ് കംസ് വിത്ത് ലൈറ്റ്. ആൻഡ് ഇതിൻ്റെ ആ ഒരു മൂവ്മെൻറ്റും നല്ല സ്ലോ ആയിട്ട് റിലീസ് ചെയ്യുന്ന ടൈപ്പാണ് ചെയ്തിരിക്കുന്നത്. അഡീഷണലി ഡോറിൽ നമുക്ക് ഒരു ചെറിയൊരു സ്പേസ് വരുന്നുണ്ട്. ആൻഡ് സെൻറ്റർ ആംറെസ്റ്റിൻ്റെ അടിയിലും നമുക്കൊരു സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഫ്രണ്ടിലാണെങ്കിലും അഗൈൻ റിലേറ്റീവ്ലി ഒരു സ്മോളർ സ്പേസ്, ചെറിയ ഒബ്ജക്ട്സ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. ആൻഡ് സെൻറ്റർ കൺസോളിൻ്റെ ഏറ്റവും മേളിലായിട്ട് ഒരു സൺഗ്ലാസ് ഹോൾഡറും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് വാട്ടർ ബോട്ടിൽ സ്റ്റോറേജ് സ്പേസ് വരുന്നത് ആക്ച്വലി സെൻറ്റർ ആംറെസ്റ്റിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് 4 പേർക്കും കോമൺ ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു 1 liter ബോട്ടിൽ സ്റ്റോർ ചെയ്യാനുള്ള സ്പേസാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ AC സെക്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഫുള്ളി ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ കൂടിയാണ് വരുന്നത്. ആൻഡ് ഇതിൻ്റെ ആ ഏരിയയിൽ വരുന്ന ബട്ടൺസും ഒരു സോഫ്റ്റ് ടച്ച് രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഫോർ ദ ഫസ്റ്റ് ടൈം ഇതിൻ്റെ അകത്ത് ഒരു 5-inch ടച്ച് സ്ക്രീൻ ഇവർ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ യൂസർ ഇൻ്റർഫേസും നല്ല രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബേസിക്കലി ഫിയറ്റിൻ്റെ ലോഗോയിലുള്ള കളേഴ്സ് തന്നെയാണ് ഇവർ ഈ ഐക്കൺസിനൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത്, ഒരു മെറൂൺ ആൻഡ് ദറ്റ് സിൽവർ. ആൻഡ് ഇതിൽ USB സ്ലോട്ടും ഓക്സ് കേബിളിനുള്ള പ്രൊവിഷൻസും കൊടുത്തിട്ടുണ്ട്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വരും. ആൻഡ് ഓൾസോ ഇറ്റ് കംസ് വിത്ത് നാവിഗേഷൻ. ലീനിയയിലെ സ്റ്റിയറിംഗ് വീല് വരുന്നത് ഫുള്ളി ലെതർ റാപ്ഡ് ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ വളരെ കംഫർട്ടബിൾ ആണ് യൂസ് ചെയ്യാൻ.
ആൻഡ് ഇൻറ്റഗ്രേറ്റഡ് വീലും കൂടിയാണ്. സോ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഓഡിയോ കൺട്രോൾസ് വരുന്നുണ്ട് ആൻഡ് റൈറ്റ് സൈഡിൽ ഫോൺ ബുക്ക് ആക്സസ് ചെയ്യാനുള്ള ബട്ടൺസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടിൽറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ക്രൂസ് കൺട്രോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ലോവർ പോർഷനിൽ അതിൻ്റെ ഫംഗ്ഷൻ വരുന്നുണ്ട്. ആൻഡ് സെൻറ്ററിൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ നമുക്കൊരു സ്ക്രീൻ വരുന്നുണ്ട് വിച്ച് ഹാസ് ഇൻഡിക്കേഷൻ ലൈക്ക് ഡോർ ഓപ്പൺ ആണെങ്കിൽ അല്ലെങ്കിൽ സർവീസ് റിമൈൻഡേഴ്സ്, ആവറേജ് ഡിസ്റ്റൻസ്, ഫ്യൂവലിൻ്റെ റേഞ്ച്, ആവറേജ് മൈലേജ്, ടൈം, ടെമ്പറേച്ചർ, അങ്ങനെ ഓൾ ബേസിക് ഇൻഫർമേഷൻ നമുക്ക് അവിടെ പ്രൊവൈഡഡ് ആണ്. ലിനിയയിലെ റിയർ സീറ്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എക്സ്ട്രീംലി കംഫർട്ടബിൾ ആണ് ഇവിടെ. ബിക്കോസ് ദർ ഇസ് ലോട്ട് ഓഫ് സ്പേസ്, ലാവിഷ് ആയിട്ടുള്ള ലെഗ് റൂം ഉണ്ട്. പിന്നെ അഡീഷണലി ഒരു സെൻറ്റർ ആംറെസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കപ്പ് ഹോൾഡേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. അഡീഷണലി ഡോറിൻ്റെ സൈഡിലും നമുക്കൊരു ചെറിയ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ആൻഡ് ഒരു AC വെൻറ്റും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഞാൻ നേരത്തെ ഫ്രണ്ടിൽ നിന്ന് സൂചിപ്പിച്ച പോലെ ഒരു 1 ലിറ്റർ ബോട്ടിൽ സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് സെൻറ്ററിലാണ് വെച്ചിരിക്കുന്നത്. സോ ദാറ്റ് എല്ലാവർക്കും ഈക്വലി ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. ഇതിൻ്റെ എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ് യൂസസ് എ 1.4 ലിറ്റർ ടർബോ ജെറ്റ് പെട്രോൾ എഞ്ചിൻ. ഇറ്റ് ഹാസ് എ പവർ ഓഫ് 125 PS ആൻഡ് മാക്സിമം ടോർക്ക് ഓഫ് 208. ഇത് 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനിലാണ് വരുന്നത്. ആൻഡ് ഇത് ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു കംഫർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അപ്പ് ഷിഫ്റ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. ബിക്കോസ് ഇതിൻ്റെ റെസ്പോൺസിവ്നെസ് അത്ര നല്ലതാണ്. ഒരു സെക്കൻഡ് ഗിയർ, തേർഡ് ഗിയറിലൊക്കെ തന്നെ നമുക്ക് വളരെ ഹൈ സ്പീഡിൽ പോകാൻ പറ്റും. ആൻഡ് അതുകൊണ്ട് തന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൻ്റെ ബ്രേക്കിംഗ്. ആൻഡ് ഇതിൽ 4 ഡിസ്ക് ബ്രേക്സ് ആണ് വരുന്നത്. സോ ആ ഒരു കോൺഫിഡൻസ് നമുക്ക് ഭയങ്കരധികം ഹെൽപ്ഫുള്ളാണ്. അഡീഷണലി ഇതിൻ്റെ മറ്റ് സേഫ്റ്റി ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ് കംസ് വിത്ത് ABS ആൻഡ് ABD. പിന്നെ ഡ്യുവൽ എയർ ബാഗ്സ് ആണ് വരുന്നത്. അതും ഡ്യുവൽ സ്റ്റേജ് എയർ ബാഗ്സ് ആയിട്ടാണ് ഇതിൽ വരുന്നത്. ആൻഡ് ഇത് എങ്ങാനും ക്രാഷ് ചെയ്ത് കൊളാപ്സ് ചെയ്യുവാണെങ്കിൽ ഒരു ഫയർ പ്രിവെൻഷൻ സിസ്റ്റം ഉണ്ട്. അതായത് ഇലക്ട്രോണിക്കലി ഇതിൻ്റെ ഫ്യൂവൽ കട്ട് ചെയ്യും. സോ ദാറ്റ് അത് കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ പവറിനോടൊപ്പം പറയേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഇതിൻ്റെ ആക്സിലറേഷൻ. അതായത് 0 to 100 10.4 സെക്കൻഡ്സിലാണ് ഇത് അച്ചീവ് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് മേക്സ് ഇറ്റ് ഫാസ്റ്റസ്റ്റ് സെഡാൻ ഇൻ ദ സെഗ്മെൻറ്റ്.
ഫിയറ്റിൻ്റെ പുതിയ ലോഞ്ചാണ് ഫിയറ്റ് ലിനിയ 125S, അതായത് 125 സ്പോർട്ട്. ഇത് ഓട്ടോ ഷോ 2016 ലോഞ്ച് ചെയ്തത്. നമുക്ക് ഈ മാസം ഈ വണ്ടി അവൈലബിൾ ആയി വന്നു. ഇത് എന്താണ് പഴയ ലിനിയ ആയിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ റിഫൈൻമെൻ്റ് ആണ്. പവറും കൂടി 125S, അതായത് 125 bhp വന്നു. നേരത്തെ ഉണ്ടായിരുന്ന ലിനിയ 114 PSA ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ ഗിയർ ബോക്സിലും നമ്മുടെ ഷിഫ്റ്റിങ്ങിലാണെങ്കിലും ഭയങ്കര റിഫൈൻമെൻറ്റ് വന്നിട്ടുണ്ട്. അതുകൂടാണ്ട് ബ്രേക്സ് കുറച്ചും കൂടെ അപ്ഗ്രേഡഡായി ഷാർപ്പ് ബ്രേക്സിലാണ് വരുന്നത്. ഈ സെഗ്മെൻറ്റ് വണ്ടികളിൽ ഏക ടർബോ പെട്രോൾ വണ്ടിയാണ് ഈ ലിനിയ 125S. ഏറ്റവും പവർ കൂടുതൽ ഡെലിവർ ചെയ്യുന്നത്, അതായത് 125 bhp ബാക്കിയുള്ള വണ്ടികളിൽ ഏറ്റവും പവർ ഡെലിവർ ചെയ്യുന്ന വണ്ടിയാണ് ഇത്. ഫിയറ്റിൻ്റെ 125S ലിനിയേൻ്റെ അകത്ത് ടച്ച് സ്ക്രീൻ സിസ്റ്റവും വരുന്നുണ്ട്. ഈ ടച്ച് സ്ക്രീൻ സിസ്റ്റത്തിൻ്റെ അകത്ത് നമുക്ക് നാവിഗേഷൻ സിസ്റ്റമും അതുകൂടാണ്ട് ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും നമ്മുടെ ഫോൺ ബുക്സും എല്ലാം ആക്സസ് ചെയ്യാൻ പറ്റും. ഇത് 5-inch ടച്ച് സ്ക്രീൻ സിസ്റ്റത്തിലാണ് വരുന്നത്. എക്സ്റ്റീരിയറിൽ ക്രോമിങ് കുറച്ചും കൂടെ കൂടി നമുക്ക് ഒരു അഡീഷണൽ കളർ ഓപ്ഷൻ കൂടെ വരുന്നുണ്ട്. ബ്രോൺസോട്ടാൻ എന്ന് പറഞ്ഞ ഒരു ചോക്ലേറ്റ് ബ്രൗൺ കളറിൽ. ഈ വണ്ടി 4 ഡിസ്ക് ബ്രേക്സിലാണ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു കുറച്ചും കൂടെ ഷാർപ്പ് ബ്രേക്സാണ് വരുന്നത്. മറ്റുള്ള വണ്ടികൾ, അതായത് ഒരു ഫോക്സ്വാഗൺ വെൻറ്റോ, ഹുണ്ടായി വേർണ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ വണ്ടി കുറച്ചും കൂടെ സ്പേഷ്യസ് ആണ്. 500 ബൂട്ട് ലിറ്റർ കപ്പാസിറ്റിയിലാണ് വരുന്നത് ഈ വണ്ടി. അതുകൂടാണ്ട് ഭയങ്കരമായി റിഫൈൻമെൻറ്റ് ഫീൽ ചെയ്യും. ഡ്രൈവ് ചെയ്യുന്ന ത്രൂ ഔട്ട് നമുക്ക് ഷിഫ്റ്റിംഗ് അത്രയും ഫ്രീക്വൻ്റായി ചെയ്യേണ്ടി വരില്ല, കാരണം ടോൾ ഗിയർ ബോക്സ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അതായത് മാനുവൽ പെട്രോൾ കാസിൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടും ഏറ്റവും ലോങ് ഡ്രൈവ് പോകാൻ പറ്റിയതും ഏറ്റവും സേഫസ്റ്റ് കാറായിട്ടാണ് ഇത് വരുന്നത്. So that was the all new Fiat Linea 125S. ഇതിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ പവറിനാണ് ഇതിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കാറ്റഗറിയിലെ മോസ്റ്റ് പവർഫുൾ കാറായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആൻഡ് എൻജിൻ റിഫൈൻമെൻറ്റ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് കംഫർട്ടിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇൻ ടേംസ് ഓഫ് ഫീച്ചേഴ്സ് ഒരു ടച്ച് സ്ക്രീൻ ആഡ് ചെയ്തു, അതേപോലെ നാവിഗേഷൻ സിസ്റ്റവും വന്നു. സോ ദാറ്റ് മേക്സ് ഇറ്റ് ഈവൻ മോർ ഹെൽപ്ഫുൾ. അതുമാത്രമല്ല ഓവറോൾ ഇൻറ്റീരിയേഴ്സും വളരെ പ്രീമിയം രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എന്തുകൊണ്ടും ഒരു നല്ലൊരു എക്സിക്യൂട്ടീവ് കാറായിട്ട് ഇത് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ മൈലേജ് വരുന്നത് അബൌട്ട് 16 km/ലിറ്റർ. and ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട്സ് അറ്റ് 10.65 lakhs onwards. So all the best. ഈ പുതിയ വാഹനത്തിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് മറ്റൊരു എപ്പിസോഡ് വീണ്ടും കാണാം. ദിസ് ഇസ് ശരത് പ്രകാശ് സൈനിങ് ഓഫ്.